ഇന്ന് നമുക്ക് സ്പീക്കിങ്ങിനെ കുറിച്ച് പഠിച്ചാലോ? സ്പീക്കിങ്ങിലെ സെറ്റിങ്ങിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ മെയിനായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, സ്പീക്കിങ്ങിൽ സെറ്റിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ കാർഡ് നമുക്ക് ആദ്യം ലഭിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് സെറ്റിംഗ് കാണാം. മെയിൻലി നമുക്ക് 3 സെറ്റിങ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൻ്റെ അണ്ടറിൽ നമുക്ക് വാർഡ് ഉണ്ടാകും, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകാം, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും, ചിലപ്പോൾ ICU വരും. എന്തായാലും അത് ഹോസ്പിറ്റലിൻ്റെ അണ്ടറിൽ വരുന്ന സെറ്റിംഗ് ആണ്. രണ്ടാമത്തെ സെറ്റിംഗ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, സബർബൻ ക്ലിനിക്, ജനറൽ പ്രാക്ടീസ്, ക്ലിനിക്, ഇതെല്ലാം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ പോലെ തന്നെ വരുന്ന സെറ്റിംഗ് ആണ്. മൂന്നാമത്തെ സെറ്റിംഗ് ആണ് ഹോം വിസിറ്റ്. ഹോം വിസിറ്റ് എന്ന് പറയുന്നത് മറ്റ് 2 സെറ്റിങ്ങിനെക്കാട്ടിലും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഹോം വിസിറ്റിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ പോയി പേഷ്യൻറ്റിനെ കണ്ട് അവരോട് സംസാരിക്കുന്നതായിരിക്കും ഹോം വിസിറ്റിൻ്റെ സെറ്റിംഗ്. അപ്പോൾ അതിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ ഡിസ്ട്രിക്ട് നേഴ്സായിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലെ നേഴ്സായിട്ടോ ആണ് നമ്മളതിൽ നമ്മുടെ റോൾ ഉണ്ടാവുക. ഇങ്ങനെ മെയിൻലി നമ്മൾക്ക് 3 സെറ്റിങ്സ് ആണുള്ളത്: ഹോസ്പിറ്റൽ സെറ്റിങ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ഓർ സബർബൻ ക്ലിനിക്, ഹോം വിസിറ്റ്. സെറ്റിംഗ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സ്പീക്കിങ്ങിലെ സെറ്റിംഗ് തൊട്ട് ലാസ്റ്റ് ടാസ്കിലെ ചെറിയ പോയിൻറ്റ്സ് പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ശ്രദ്ധിച്ച് മൊത്തമായിട്ട് വായിച്ച് സ്പീക്കിംഗ് കാർഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. സെറ്റിംഗ് നമുക്ക് ഇൻട്രൊഡക്ഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സെറ്റിങ്ങിലെ നേഴ്സാണ് നമ്മളെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെറ്റിംഗ് വായിച്ച് നോക്കാതെ ഏത് സെറ്റിംഗ് ആണെന്നും ആ സെറ്റിങ്ങിലെ നേഴ്സായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സ്പീക്കിംഗ് ചെയ്യുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് സെറ്റിങ്സ്, ഓരോ സെറ്റിങ്സിലും വരുമ്പോൾ എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളതായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം.